അറേഞ്ച് ദ ഫോളോയിങ് ഡയഗ്രാം കറക്റ്റ്ലി. ചോദ്യം ഏത് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായോ? ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിലെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ എലമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തുള്ളത്, പക്ഷേ ഇൻകറക്റ്റ് ആയിട്ടാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സോ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സിൽ നടക്കുന്ന എലമെന്റുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻഡറും റിസീവറും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇൻഫോർമേഷനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സോ സെൻഡർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മെസ്സേജ് റിസീവ് ചെയ്യുന്നത് അവരെയാണ് റിസീവർ എന്ന് വിളിക്കുന്നത്. സോ സെൻഡർ എന്ത് ചെയ്യുന്നു? മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യുന്നു. മെസ്സേജിനെ വിളിക്കുന്ന പേരാണ് സബ്ജക്ട് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത മെസ്സേജിന് എന്ത് ചെയ്യുന്നു? എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിനെ വേർഡ്സ് ആയിട്ടോ സിമ്പിൾസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ എൻകോഡ് ചെയ്ത മെസ്സേജിനെ മീഡിയ ചാനൽ വഴി റിസീവറിലേക്ക് എത്തിക്കുന്നു. മീഡിയ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ലെങ്കിൽ ചാനൽ, വെദർ ഇറ്റ് ഈസ് എ മീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ആവാം, ലെറ്റർ ആവാം. സോ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മീഡിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് റിസീവറിലേക്ക് എത്തിക്കുന്നത്. റിസീവർ എന്താ ചെയ്യുന്നത്? ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് മെസ്സേജ്, മെസ്സേജിനെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് ഇത് മനസ്സിലാക്കി വെക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഫീഡ്ബാക്ക് അറിയിക്കുന്നു. ആരിലേക്ക്? സെൻഡറിലേക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ടു സെൻഡർ ആണ്. ഇതിന്റെ ഇടയിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം, നോയ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടേക്കാൻ സാധ്യതയുണ്ട്. ആ തടസ്സങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിൻഡ്രൻസ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സിൽ നടക്കുന്നത്. എലമെന്റ്സുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഇതേപോലുള്ള കിടിലൻ ചോദ്യങ്ങളുമായിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് സൂപ്പർ 60 ലൈവിൽ എത്തുന്നുണ്ട്. സോ മറക്കരുത്, എല്ലാവരും ഫ്രണ്ട്സിനെയും കൂടി ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ലൈവിൽ കാണാം. ബൈ ബൈ.